ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരെണ്ണം കണ്ടാലോ. തലേദിവസം കുതിർത്ത് വെച്ച ഒരു 100 ഗ്രാം ചവ്വരിയാണ്. അന്നേരം നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് കുറച്ച് പൊട്ടുകടല, നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ കപ്പലുണ്ട്. ഇത് രണ്ടും വറുത്ത് വെച്ച് എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി നമുക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അതൊന്ന് മാറ്റണം. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഒത്തിരി പൊടിഞ്ഞു പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ ഓയിലൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ള എള്ളാണ്, അതിട്ടിട്ട് നമുക്കതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നൊന്ന് ഇളക്കിയെടുക്കാതെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് 2-3 നുള്ള് ജീരകം കൂടെ, നല്ല ജീരകം കൂടി ഇടാം. ഞാൻ ജീരകം ഈ സമയത്ത് ഇടാൻ അങ്ങ് മറന്നുപോയി. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ ആവണം, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചവ്വരി അതിനകത്ത് ഇടാം. നന്നായിട്ട് വെള്ളമയൊക്കെ പോകണം. അപ്പം നമുക്കതൊന്ന് ഒരുപാട് അങ്ങ് ഇളക്കണ്ട. ചൂട് കട്ടിയുള്ള പാത്രം മെയിനായിട്ട് എടുക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഇളക്കിക്കൊണ്ടിരുന്ന അതങ്ങ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനകത്തിട്ട് നമുക്ക് എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇടാം. ഇത്രയും ജീരകം മതി, അത് ആദ്യം നമ്മൾ ഇടണം ജീരകം. പിന്നെ നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ട് വെള്ളമയമൊക്കെ നന്നായിട്ട് പോകണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാം. അപ്പം നമുക്ക് അത് നന്നായിട്ട് വെള്ളമയമൊക്കെ പോകുന്ന പോലൊക്കെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്നൊന്ന് ക്രഷ് ചെയ്ത്, ഇത് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോയി, ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം, അതുപോലൊക്കെയാണ് എടുക്കേണ്ടത്. ഇത്തിരി പൊടിഞ്ഞു പോയാലും ടേസ്റ്റിന് കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാത്തവർ. അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാളികേരം കൂടി അതിനകത്ത് ചേർക്കാം. എത്ര വേണമെങ്കിലും ചേർത്താൽ ടേസ്റ്റാണ്. ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. 4 മണിക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ വെള്ളമയൊക്കെ പോയി നന്നായിട്ടെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.